കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധം. ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കോതമംഗലം നഗരത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വന്യമൃഗജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം മതിയെന്ന നിലപാടിലാണ് കുടുംബം. അതേസമയം നേര്യമംഗലത്തും കടകളടച്ച് പ്രതിഷേധിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. കൃഷിയിടത്തിൽ വിളവെടുക്കുന്നതിനിടെയാണ് ഇന്ദിരയെ കാട്ടാന ആക്രമിച്ചത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. സുബിൻ, ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണോ? രാജീവ്, പ്രതിഷേധം ശക്തമായി തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പ്രധാനമായും ഏറെ നാളുകളായി, കാലങ്ങളായി ഈ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാന ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് ഈ കാഞ്ഞിരവേലി പ്രദേശം. ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വനംവകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഈ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. രണ്ട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് മറ്റു എതിർ ഭാഗത്തുള്ള അല്ലെങ്കിൽ മറ്റു ജില്ലയിലുള്ള എറണാകുളം ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലപ്പോഴും ഈ കാട്ടാന ഈ ഒരു ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പോലും ഇവിടെയുള്ള ആളുകൾ അറിയാറില്ല. ഇത്തരത്തിൽ കൃഷിക്കായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഇത്തരത്തിൽ ആന എത്തുമ്പോൾ മാത്രമാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആനക്കൂട്ടം എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും അറിയുക. ഇന്നും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. 70 വയസ്സുള്ള ഇന്ദിര എന്ന അമ്മ ഇത്തരത്തിൽ സ്വന്തം കൃഷിയിടത്തിൽ നിന്നും ഈ ഒരു വിളവെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പെട്ടെന്ന് കാട്ടാന എത്തുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. ഈ ആക്രമിക്കുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന തൊഴിലാളികളാണ് ഈ ഒരു ഒച്ചകെട്ടെത്തുകയും ഇവരെ പെട്ടെന്ന് ആനയെ പിന്തിരിപ്പിച്ച് ഇവരെ ആശുപത്രി എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇന്ദിര മരണപ്പെടുകയും ചെയ്തത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതായത് ഈ എറണാകുളം ജില്ല അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ നദിയുണ്ട് തൊട്ടപ്പുറത്ത്. ആ ഒരു നദി പിന്നിട്ട് അക്കരയിക്കരയായി ആനകൾ വന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിവരവുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഒരു തികഞ്ഞ അനാസ്ഥ അവരുടെ ഭാഗത്തും അല്ലെങ്കിൽ ഈ ആനയെ തുരത്താൻ പോലും ഇങ്ങോട്ട് എത്താത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. നമുക്കറിയാം, നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഇന്ന് രാവിലെ ഒരു അപകടം ഉണ്ടായത്. ഇതിനോട് ചേർന്നുള്ള ആ ഒരു പ്രദേശം നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു തോട്ടത്തിനുള്ളിൽ നിന്നാണ് ഇന്ന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം ആന അവിടെ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഏകദേശം മീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണ് ഈ അമ്മയുടെ വീട്ടിലേക്കുള്ളത്. ഈ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ അമ്മയുടെ ഇവിടെ ഏകദേശം കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അപകടം നടന്ന സ്ഥലത്തേക്ക് എന്നുള്ളതാണ് വസ്തുത. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ആന എത്തിയപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ ഒരു വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഈ ആനയെ തുരത്തുന്നതിന് വേണ്ട യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നുള്ള ആളുകൾ തന്നെ ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു കാട്ടാന ആക്രമണം രൂക്ഷമാകുന്ന അവർക്ക് ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കാട്ടാനാക്രമണം രൂക്ഷമായിക്കൊണ്ട് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? വനംവകുപ്പ് ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും തീരുമാനിച്ചില്ല. കാരണം അവര് ഫെൻസിങ് ഇടാന്ന് പറയുമല്ലാണ്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ ഫണ്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ല. അങ്ങനെ അവര് കാണിക്കണം. ഇപ്പൊ ഈ ആന എത്തുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഈ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഒരു ക്രമീകരണമില്ല. ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയും, അല്ലാണ്ട് ആരും അറിയിക്കാനുള്ള ഒരു മാർഗവും. കാലങ്ങളായി ഒരു കാട്ടാന ആക്രമണം അല്ലെങ്കിൽ ശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് കൂട്ടമായും ഒറ്റയായും ആനകൾ എത്തുന്നത്. അപ്പം ഈ ആനകളെ തുരത്തുന്നതിന് ഇവിടുത്തെ ആളുകളാണോ മുന്നോട്ട്? ഇവിടുത്തെ ആളുകള് ഓടിച്ചു കഴിഞ്ഞാൽ ആന പോകും, അല്ലാണ്ട് പുറത്തുനിന്നും ആരും വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഓടിച്ചിട്ടില്ല, അങ്ങോട്ട് പോകും. ഇപ്പൊ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഈ ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശമാണ് ഇടുക്കിയുടെ അതിരാണ്. പക്ഷേ ഈ നേരവാലം പാലത്തിന്റെ അടുത്ത് മിക്കവാറും ആനയുണ്ട്. അതിനെ പോലും അവർ ഓടിച്ചില്ല. പലപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞാണ് അവർ ഈ ഒരു കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്ന അതിർത്തി ആണ്. പിന്നെ ആനയുടെ ഇത് മനുഷ്യര് കയറി എടുത്തേക്കാണെന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ടാണ് അവരെ തിരിഞ്ഞു നോക്കാതിരുന്നത്. ഇപ്പൊ അടിയന്തരമായ ഒരു ആവശ്യം മുമ്പോട്ട് വയ്ക്കാനുള്ളത് എന്താണ് ഈ ഒരു കാട്ടാശല്യം രൂക്ഷമായ സാഹചര്യം ഉള്ളത് കൊണ്ട്? ഇതിന് ഒന്നിലെ ഫെൻസിങ് ഇട്ട് എന്തെങ്കിലും നിർവാഹം ഉണ്ടാവും, അല്ലാണ്ട് ഈ ഒത്തിരി നാളായി ഈ ആനയുടെ ആക്രമണം തുടങ്ങി. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഫെൻസിങ്ങിന് ഇഷ്ടംപോലെ പൈസ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവര് ഇടാൻ തയ്യാറില്ല. നാട്ടുകാർ ഏതാണ്ട് ചേർന്ന് ഫെൻസിങ് നാട്ടുകാർ സ്വന്തം ഇട്ടൊക്കെ എത്താം. അവിടെ കിടന്നു ഈ നേരിയമല അമ്പലത്തിനെ പുറത്തേക്ക് സ്വന്തമായിട്ട് അവർ പൈസ മുടക്കിയിട്ടായിരുന്നു. യെസ്,
ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇടുക്കിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് പൊലിഞ്ഞിരിക്കുന്നു. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ പലതവണ ഉയർന്നതാണ്. പക്ഷേ സർക്കാർ ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. സുബിനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.